പല സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറിൻ്റെ 80കളിലെ പടങ്ങളെക്കുറിച്ച്, ഹിറ്റ് പടങ്ങളെക്കുറിച്ച് പറയണമെന്ന് പ്രകാശൻ സി എന്നൊരു സുഹൃത്തിൽ ആവശ്യപ്പെട്ടത്. 80കളിലെ ഹിറ്റിനെ കുറിച്ച് പറയണമെങ്കിൽ ഒരുപാട് ഹിറ്റുകളുണ്ട് നസീർ സാറിൻ്റെ 80കളിൽ. 80, 81, 82, 83, 84, 85 നസീർ സാറിൻ്റെ ഹിറ്റ് പടങ്ങളുണ്ട്. എനിക്ക് ഓർമ്മയുള്ള പടങ്ങളെക്കുറിച്ച് പറയാം, ഞാൻ കണ്ട പടങ്ങളെക്കുറിച്ചും പറയാം. ചില പടങ്ങൾ ഓർമ്മയില്ലല്ലോ. 80ലെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാണ് ലാവ, ഹരിഹരൻ സംവിധാനം ചെയ്ത്. ഇതെല്ലാം 80കളിലാണ് പറഞ്ഞത്. ചില 80, 81, 82, 83, 84, 85 കാലഘട്ടത്തിലെ സിനിമകളെക്കുറിച്ചാണ് പറയുന്നത്. പിന്നെ എയർ ഹോസ്റ്റസ് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്, അത് ചന്ദ്രകുമാറിൻ്റെ ഭയങ്കര ഹിറ്റ് ഫിലിമാണ്. എല്ലാ തിയേറ്ററിലും 100 ദിവസം കളിച്ച അവിടെ. പാലാട്ട് കുഞ്ഞിക്കണ്ണ് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്, ബോബൻ കുഞ്ചാക്കുക. മിസ്റ്റർ മൈക്കിൾ ജെ വില്യംസിൻ്റെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാണ്. പിന്നെ അന്തപ്പുരം KG രാജശേഖരൻ്റെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്. പിന്നെ സംഘർഷം PG വിശ്വംഭരൻ്റെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്. PG വിശ്വംഭരൻ്റെ ഏറ്റവും വലിയ ഹിറ്റ് അതാണ് സംഘർഷം. ഇതിനിടെ സുധാകരൻ ചേട്ടൻ ഇതിൽ ഇതിൽ ഈ വീഡിയോ അധികം കാണുന്ന സുധാകരൻ ചേട്ടന് പിന്നെ സിനിമയെക്കുറിച്ച് നല്ല അറിവുള്ള ആളാണ്. പിന്നെ സംഘർഷമെന്ന് PG വിശ്വംഭരൻ്റെ ഏറ്റവും വലിയ ഹിറ്റ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നസീർ സാറിൻ്റെ കൂടെ സുകുമാരനുണ്ട്, രതീഷുണ്ട്. ആ പടം രാജസ്ഥാനിൽ വെച്ച് ഷൂട്ട് ചെയ്ത്. ചമ്പൽക്കാട് നസീർ സാറിൻ്റെ KG രാജശേഖരൻ്റെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്. പിന്നെ കടത്ത് PG വിശ്വംഭരൻ്റെ സൂപ്പർ ഹിറ്റ്. പിന്നെ ഇതിഹാസം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്, ജോഷിയാണ് ഡയറക്ടർ. ആരംഭം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്. കൊടുങ്കാറ്റ് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്. ആദർശം ബ്ലോക്ക് ബസ്റ്ററാണ്. എല്ലാ തിയേറ്ററിലും 100 ദിവസം കളിച്ചിട്ട് ബ്ലോക്ക് ബസ്റ്ററായ പടമാണ് ആദർശം. പിന്നെ അംഗം സൂപ്പർ ഹിറ്റ്. ആധിപത്യം സൂപ്പർ ഹിറ്റ്. പിന്നെ രക്തം സൂപ്പർ ഹിറ്റ്. പിന്നെ ആക്രോശം AB രാജിൻ്റെ സൂപ്പർ ഹിറ്റ്. പിന്നെ ഭൂകമ്പം ജോഷിയുടെ സൂപ്പർ ഹിറ്റ്. ഇമം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്, യാദവ് കി ബാരാത്തിൻ്റെ റീമേക്ക്. പിന്നെ പാതിരാസൂരൻ സൂപ്പർ ഹിറ്റ്. പിന്നെ വിടവറി മുമ്പേ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്. ചാരം PA ബക്കറിൻ്റെ ആർട്ട് ഫിലിമാണ്, എന്നിട്ട് സൂപ്പർ ഹിറ്റായ ഫിലിം. ബക്കറിൻ്റെ വിജയിച്ച ഏകപടം ചാരം. പിന്നെ PG വിശ്വംഭരൻ്റെ ഒരു തീര പിന്നെയും തീര സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്. പിന്നെ A വിൻസെൻ്റ് മാഷ് ഒരു തീര പിന്നെയും തീര സൂപ്പർ ഹിറ്റ്. ജസ്റ്റിസ് രാജ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്, ബാലാജിൻ്റെ പടം അത്. പിന്നെ മണിത്താലി M കൃഷ്ണൻ നായർ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്. പിന്നെ ആട്ടക്കലാശം ശശികുമാറിൻ്റെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്. പിന്നെ ആലപ്പി അഷറഫിൻ്റെ വനിതാ പോലീസ് സൂപ്പർ ഹിറ്റ്. ഒരു മാടപ്രാവിൻ്റെ കഥ സൂപ്പർ ഹിറ്റ്, ആലപ്പി അഷറഫിൻ്റെ. പിന്നെ ആലപ്പി അഷറഫിൻ്റെ മുഖ്യമന്ത്രി ഹിറ്റ്. ശശികുമാറിൻ്റെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് പോസ്റ്റ്മോർട്ടം. അതേപോലെ ബേബിയുടെ മോർച്ചറി സൂപ്പർ ഹിറ്റ്. ശശികുമാറിൻ്റെ ചക്രവാളം ചുവന്നപ്പോൾ സൂപ്പർ ഹിറ്റ്. പിന്നെ ഇതാവൊരു ധിക്കാരി സുരേഷിൻ്റെ സൂപ്പർ ഹിറ്റ്. ഇവനൊരു സിംഹം സുരേഷിൻ്റെ പടമുണ്ട്, സൂപ്പർ ഹിറ്റ്. പിന്നെ സുരേഷിൻ്റെ അയ്യപ്പനും ബാവറും, അതും സൂപ്പർ ഹിറ്റ്. പിന്നെ TK രക്തസാക്ഷി സൂപ്പർ ഹിറ്റ്. പിന്നെ TK ബിസിൻ്റെ കാട്ടുകള്ളൻ സൂപ്പർ ഹിറ്റ്. പിന്നെ ബാലേന്ദ്രമേനോൻ്റെ കാര്യം നിസ്സാരം ബ്ലോക്ക് ബസ്റ്റർ. പിന്നെ ബാലേന്ദ്രമേനോൻ്റെ പ്രശ്നം ഗുരുതരം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്. പിന്നെ ഹരിഹരൻ്റെ പൂമടത്തെ പെണ്ണ്, അത് A ക്ലാസ്സിൽ ഹിറ്റും പിന്നെ B ക്ലാസ്സിൽ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റും. അതുപോലെ വികടകവി A ക്ലാസ്സിൽ ഹിറ്റ്, C ക്ലാസ്സിൽ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്, ഹരിഹരൻ്റെ തന്നെ. പിന്നെ ശ്രീകുമാരൻ തമ്പിച്ചേട്ടൻ്റെ ഇരട്ടി മധുരം ഹിറ്റ് ഫിലിം,
ഹിന്ദി പിക്ചറിൻ്റെ റീമേക്കാണ്. പിന്നെ അവസാനം നസീർ സാറിൻ്റെ അവസാനത്തെ പടം ധ്വനി, സൂപ്പർ ഹിറ്റ്. ഇനി ഒരുപാട് പടങ്ങളുണ്ട് 80കളിൽ, പക്ഷേ എനിക്ക് അങ്ങനെ ഫുള്ളായിട്ട് ഓർത്തെടുക്കാൻ ഇപ്പോൾ നമ്മൾ ഓർമ്മയിലുള്ളത് പണ്ട് 10-40 കൊല്ലമില്ല. അപ്പോൾ കണ്ട പടങ്ങളെക്കുറിച്ച് പെട്ടെന്ന് ഓർമ്മ വന്നിട്ട് അത് പറഞ്ഞു. ഇനി ഒരുപാട് പടം നസീർ സാറിൻ്റെ 80കളിലുണ്ട്. ഇതെല്ലാം പിന്നെ പ്രകാശ് എന്ന് പറഞ്ഞ സുഹൃത്ത് പറഞ്ഞതുകൊണ്ട് ഞാനിപ്പോൾ ഈ 80കളിലെ പടങ്ങളെക്കുറിച്ച് ഇട്ടത്. കാരണം നസീർ സാറിൻ്റെ ആ കാലത്ത് നസീർ സാർ ഏജ് ഓവറായിരുന്നു, എന്നിട്ടും അപാര അഭിനയം കഴിച്ചു വെച്ചു. ശശികുമാർ പറഞ്ഞതാണ്, ആട്ടക്കലാശത്തിലും പിന്നെ പോസ്റ്റ്മോർട്ടത്തിലും നസീർ സാർ അഭിനയിച്ചത് അപാര മികവോടെ ശശികുമാർ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു. അസാധ്യമായിട്ട് അഭിനയിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ 80കളിൽ നസീർ സാർ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് പടാൻ ചെയ്ത്, പിന്നെ നസീർ സാർ ഈ പടങ്ങളെല്ലാം സൈൻ ചെയ്തെല്ലാം അഭിനയിച്ച് തീർത്ത് കൊടുത്തിട്ട് പിന്നെ ഫുൾ ടൈം രാഷ്ട്രീയത്തിലിറങ്ങി. അതാണ് നസീർ സാറിൻ്റെ കരിയറിന് കോട്ടം തട്ടിയത് ആ രാഷ്ട്രീയത്തിലിറങ്ങിയതുകൊണ്ട്. പിന്നെ തിരിച്ച് വരുമ്പോൾ രാഷ്ട്രീയത്തിലിറങ്ങി കുറച്ച് 2-3 വർഷം അങ്ങനെ പോയല്ലോ. അതിലാണ് നസീർ സാറിനെ പറ്റിയത് കുറച്ച് ഗ്യാപ്പ് വന്നു പോയി. പിന്നെ അത് തിരിച്ച് വന്നിട്ട് രണ്ടാമത് ധ്വനിയിലൂടെ തിരിച്ച് വന്ന് വീണ്ടും അഭിനയിക്കാൻ പിന്നെ ഇറങ്ങി പുറപ്പെട്ടപ്പോഴാണ് നസീർ സാറ് മരിക്കുന്നത്. ഓക്കെ.